ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വിശാല ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, ഗുൽഫിഷ ഫാത്തിമ, മീറാൻ ഖൈദർ, ഖാലിദ് സൈഫി തുടങ്ങി 9 പേരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. രാജ്യത്തിന് മികച്ച ഭാവി വാഗ്ദാനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ മികച്ച പങ്ക് വഹിക്കാൻ ശേഷിയുള്ള ഏതാനും യുവാക്കൾ, തെളിവുകളോ സാക്ഷികളോ ഇല്ലാത്ത തീർത്തും രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതെന്ന് ഒറ്റനോട്ടത്തിൽ ബോധ്യമാകുന്നൊരു കേസിൽ 5 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്നത് കോടതി മനസ്സിലാക്കുമെന്നും ജാമ്യം നൽകുമെന്നുമാണ് ജനാധിപത്യ ബോധ്യമുള്ളവരൊക്കെയും വിശ്വസിച്ചിരുന്നത്. എന്നാൽ വെറും 2 മിനിറ്റിൽ താഴെ സമയത്തിനുള്ളിൽ ജാമ്യം നിഷേധിച്ചുള്ള വിധി പറഞ്ഞ് കോടതി കേസ് അവസാനിപ്പിച്ചു. വിചാരണ അതിവേഗത്തിലാക്കുന്നത് അവകാശം ഇല്ലാതാക്കുമെന്നും വിചാരണ വൈകുന്നുവെന്ന കാരണത്താൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്നുമുള്ള കോടതിയുടെ നിരീക്ഷണം സർവ്വജനാധിപത്യവാദികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. 2 മിനിറ്റിനുള്ളിൽ 9 ജാമ്യാപേക്ഷകൾ തള്ളിക്കളഞ്ഞതിലൂടെ ഡൽഹി ഹൈക്കോടതി വിധി നീതിയിലുള്ള പൊതുജന വിശ്വാസത്തിന് തിരിച്ചടിയായി. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വിശാല ഗൂഢാലോചന എന്ന കേസ് തന്നെ കെട്ടിച്ചമച്ചതാണ്. 2020 ഫെബ്രുവരിയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തെയാണ് ഡൽഹി കലാപം എന്ന് വിളിക്കുന്നത്. അതിൽ 54 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കേസിലെ പ്രതികളെല്ലാം 2019 ഡിസംബർ 2020 ജനുവരി മാസങ്ങളിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും നിയമത്തിനെതിരെയുമുള്ള പ്രതിഷേധങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തികളാണ്. ഈ പ്രതികളിൽ ആരും തന്നെ അക്രമങ്ങളിൽ ഏർപ്പെടുകയോ പരസ്യമായി അക്രമത്തിനോ കലാപത്തിനോ ആഹ്വാനം ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തെ മറികടക്കാൻ പോലീസ് വിശാല ഗൂഢാലോചന എന്നൊരു സിദ്ധാന്തമുണ്ടാക്കി. പൗരത്വ നിയമത്തിനെതിരായി സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ നടത്തിയ ഒത്തുകൂടലുകളെ കലാപത്തിന് ഗൂഢാലോചന നടത്തുന്ന യോഗമായി വ്യാഖ്യാനിച്ചു. വാട്സപ്പ് ഗ്രൂപ്പുകളെ കലാപത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പുകളായി വ്യാഖ്യാനിച്ചു. ചില രഹസ്യ യോഗങ്ങളിൽ ഈ വ്യക്തികൾ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടെന്ന് ആരോപിക്കുന്ന അജ്ഞാത സാക്ഷികളെ കൊണ്ടുവന്നു. ഈ രഹസ്യ സാക്ഷികളുടെ മൊഴികൾ ഇന്നും അവ്യക്തമാണ്. പൊതുപരിപാടികളിൽ അക്രമങ്ങൾക്കെതിരെ ഉമർ ഖാലിദും മറ്റുള്ളവരും നടത്തിയ പ്രസംഗങ്ങൾ അവഗണിക്കുകയും വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശങ്ങൾ, കലാപത്തിന് ശേഷമുള്ള ഫോൺ കോളുകൾ തുടങ്ങിയവയ്ക്ക് ഇരട്ട അർത്ഥമുള്ളതായി വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഈ കേസ് കൃത്യമായും അവ്യക്തമാണ്, വിചിത്രവുമാണ്. യാതൊരു അടിത്തറയില്ലാതെ തന്നെയാണ് ഈ കേസിൻ്റെ നിലനിൽപ്പ്. ഇത്തരത്തിലൊരു കേസ് മുന്നിൽ വരുമ്പോൾ കോടതികൾ കണ്ണു തുറന്നുള്ള സമീപനം സ്വീകരിക്കേണ്ടതായിരുന്നു. അത് പ്രോസിക്യൂഷൻ തെളിവുകളിലും രേഖകളിലും നിർദ്ദിഷ്ടവുമായിരിക്കണം. വസ്തുതകൾക്കും അനുമാനത്തിനും ഇടയിൽ വ്യക്തമായ ബന്ധമുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം. എന്നാൽ കോടതി രേഖകൾക്കും തെളിവുകൾക്കും അപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ്റെ അനുമാനങ്ങളെ മുഖവിലക്കെടുത്താണ് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. ജയിൽ അപവാദമാണ്, ജാമ്യമാണ് നിയമമെന്ന അടിസ്ഥാന തത്വത്തിലാണ് ഇന്ത്യയുടെ ക്രിമിനൽ നിയമശാസ്ത്രം നിലകൊള്ളുന്നത്. ഏകപക്ഷീയമായ തടങ്കലിൽ നിന്ന് വ്യക്തിസ്വാതന്ത്ര്യം സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഈ സിദ്ധാന്തം ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഉമർ ഖാലിദിൻ്റെയും മറ്റുള്ളവരുടെയും കാര്യത്തിൽ ഈ തത്വം തലകീയായി മറഞ്ഞിരിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.